ഇതിപ്പോ ധ്യാന കേന്ദ്രങ്ങളിൽ അത്ഭുതം നടക്കുന്നു എന്ന് പറഞ്ഞത് നടക്കുന്നത് സത്യമാണ്. അത് എല്ലാ ധ്യാന കേന്ദ്രത്തിലും നടക്കുന്നുണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും നടക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നതാണ് ചോദ്യം. എത്ര ധ്യാന കേന്ദ്രങ്ങളുണ്ട്, എത്ര സ്ഥലങ്ങളിൽ എന്തോരം അത്ഭുതങ്ങൾ നടക്കും. ഇതൊക്കെ അത്ഭുതങ്ങളാണ്, ഇല്ലെന്നൊന്നും ആരും പറയുന്നില്ല. ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളുമായിട്ട് വരെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് സെലിബ്രിറ്റീസ്, അങ്ങനെ എന്തോരം ആൾക്കാരുണ്ട്. ഇവർക്ക് ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ ഒന്ന് പറയണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടാണല്ലോ, അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ലല്ലോ. കാര്യം ക്രിസ്തുവിനെ ഏറ്റു പറയുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി നാണക്കേടുള്ള കാര്യമാണല്ലോ. ഇപ്പൊ മോഹൻലാലിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര മുട്ടായിരിക്കാം നമുക്ക് എല്ലാവർക്കും. ക്രിസ്തുവിന്റെ ഒരു നല്ല സ്റ്റാച്ചു കൊണ്ട് അതിന്റെ മുന്നിൽ നിന്നൊരു സെൽഫി എടുക്കാൻ എത്ര പേർക്ക് കാണും ആഗ്രഹം? അല്ല, ഒരു പിതാവ് വരുമ്പോഴത്തേക്കും പിതാവിനോട് ഒന്നൊരു സെൽഫി എടുക്കാൻ എത്ര പേർക്ക് കാണുമായിരിക്കും ആഗ്രഹം? ഇത് മനുഷ്യൻ കൊടുക്കുന്ന വിലയല്ലേ? ഇത് മനുഷ്യൻ വില കൊടുത്താൽ നടക്കേണ്ട കാര്യങ്ങൾ നന്നായിട്ട് നടക്കും. ധ്യാനകേന്ദ്രത്തിൽ അത്ഭുതം നടക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇത്രയും വചനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും പ്രാർത്ഥനകൾ ഇടവിടാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തിൽ ക്രിസ്തുവിന്റെ ചൈതന്യം കാണും. ഇപ്പൊ നമ്മൾ 3 പേര് സംസാരിച്ചു, 2-3 പേര് എന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടി അവരുടെ മധ്യ ഞാനുണ്ടാവും. ക്രിസ്തു നമ്മുടെ ഇടയ്ക്കുണ്ട്. അപ്പൊ ഈ സമയത്ത് എൻ്റെ ഉള്ളിൽ വരുന്ന മാറ്റം നിനക്ക് മനസ്സിലാവത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാവത്തില്ലായിരിക്കാം. അതിന്റെ അർത്ഥം ഇവിടെ ക്രിസ്തു ഇല്ലെന്നോ അല്ല, ഇവിടെ അത്ഭുതങ്ങൾ നടക്കുന്നില്ലെന്നോ അല്ല, നമുക്കത് ഇന്ന് മനസ്സിലാവത്തില്ലായിരിക്കും.